ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഉഷേമൻ കൊച്ചുമക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കോവയ്ക്ക ഹാർവെസ്റ്റിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ 4 എണ്ണം പറിച്ചു. അതിനകത്ത് 2 എണ്ണം മാത്രമേ ഉള്ളൂ കറക്റ്റ് ഷേപ്പ് വന്നത്. ബാക്കി 2 എണ്ണം തന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാട്ടോ വന്നത്. ഇനി നമുക്ക് പോയി ബാക്കിയുള്ളതും കൂടി പറിക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ തലയൊക്കെ കുടുങ്ങിയിരിക്കുക കേട്ടോ. ഇതാണ്ടേ, ഇതിനകത്തിലാണ് നമ്മുടെ സംഭവം ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും കൈ പിടിച്ച് പറിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു യുദ്ധക്കളം നിങ്ങൾ കാണും. പിന്നെ 1 പറിച്ചു, രണ്ടാമത്തത് കടത്തലുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം നല്ല സൈസുള്ളായിരുന്നു. ഇനി ഇവിടെ ഉണ്ടോ? എന്നാൽ മുടിയെല്ലാം കൂടി ഇപ്പോൾ കുളമായിരിക്കുകയാണ്. എൻ്റെ കുറച്ചുകൂടെ വളരാനായിട്ടുണ്ട്. ഉണ്ടായിരിക്കുന്നത് കുറച്ചുകൂടി വളമുണ്ട്. അവിടെ തന്നെ അതിനെ നിർത്തി. ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 എണ്ണം കേട്ടോ. 5 കോവയ്ക്കാണ് നമുക്ക് ടോട്ടൽ കിട്ടിയേക്കുന്നത്. 5 അല്ലല്ലോ, 6 കോവയ്ക്ക ഗൈസ്. 6 കോവയ്ക്ക. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഗൈസ്. ഇത് കണ്ടില്ലേ, നമ്മുടെ പാവയ്ക്കാക്കോട്ടൻ ഗൈസ്. ഞാൻ പാർട്ട് 1 കോവയ്ക്ക ഹാർവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം നാളെടുക്കാതെ തന്നെ നമ്മുടെ പാവയ്ക്ക വരുമെന്ന്. അതുപോലെ തന്നെ അവിടെ ചക്കയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ചക്ക ഇപ്പോൾ ഏകദേശം വലുതായിട്ടുണ്ട്. അടിയിൽ കുറച്ച് ഉണ്ട്. അമ്മൂമ്മ തറയെ പറ്റാതിരിക്കാൻ വേണ്ടി അതിനകത്തൊരു ചാക്ക് എടുത്തിട്ടേക്കുവാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മുരിങ്ങയുണ്ട്. മുരിങ്ങയുടെ ഇലയും ഒക്കെയാണ്. മുരിങ്ങയൊക്കെ നമ്മൾ എപ്പോഴേ എടുത്ത് കറിയൊക്കെ വെച്ച് നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മൾ അന്ന് ഇവിടെ ഇല്ലായിരുന്നു. നമ്മൾ പിന്നെ വന്നപ്പോഴാണ് പറഞ്ഞത് കോവയ്ക്കൊക്കെ പറിച്ചെടുത്തായിരുന്നു. പകുതി ഒത്തിരി ഉണ്ടായിരുന്നു എന്നൊക്കെ. പിന്നെ മുരിങ്ങയൊക്കെ എടുത്തായിരുന്നു. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കോവയ്ക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പം ഞാൻ നേരത്തെ ഒരു കോവയ്ക്ക കാണിച്ചില്ലേ, അതിനേക്കാളും കുറച്ചുകൂടെ പിഞ്ചായിട്ടുള്ളതുണ്ട്. അതൊക്കെയാണ് വേണ്ടത്. ഇത്